ഒരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ പാലക്കാടേക്ക് വന്നിരിക്കുകയാണ്. പാലക്കാട് വന്നിട്ട് സമയത്ത് എൻ്റെ ഫോൺ നിലത്ത് വീണ സമയത്ത് വളരെ മോശമായിട്ട് രീതിയിൽ പൊട്ടി. അതുമാത്രമല്ല ഫോണ് ഇപ്പോൾ ഓണാവുന്നില്ല. ഈ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൽ ബി ഹെൽപ്പ് ലൈൻ നമ്പർ. ഞാൻ നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ മാഡം ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ഓഫേഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്? കസ്റ്റമേഴ്സിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 1 ഇയർ നമ്മൾ ഓപ്പൺ ചെയ്തൊരു 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നു. നിലവിൽ നമ്മളിപ്പോൾ ഒരു ഐഫോൺ കുഴപ്പമില്ല, നന്നായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ വൈഫിൻ്റെ ഫോണാണ്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഫോണായിട്ട് വന്നിരുന്നു. എനിക്ക് അപ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയി. ഒരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ പാലക്കാടേക്ക് വന്നിരിക്കുകയാണ്. പാലക്കാട് വന്നിട്ട് സമയത്ത് എൻ്റെ ഫോൺ നിലത്ത് വീണ സമയത്ത് വളരെ മോശമായിട്ട് രീതിയിൽ പൊട്ടി. അതുമാത്രമല്ല ഫോണ് ഇപ്പോൾ ഓണാവുന്നില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പാലക്കാട് ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഇപ്പം ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളുള്ള ഫോൺ, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യങ്ങളുള്ള ഫോൺ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുള്ള ഫോൺ. അപ്പം ഇതിപ്പം ബുദ്ധിമുട്ടായിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ നാട്ടിലല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇതിലേക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടൊരു സൊല്യൂഷൻ നിങ്ങൾക്കും ഇതേപോലെയുള്ള അവസ്ഥകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓൾറെഡി ഇപ്പം കേരളത്തിൽ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ കേരള ഒരുപാട് സ്റ്റോർ ഉണ്ടെന്ന് അവർക്കറിയാം. എന്നോട് മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിനെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിൻ്റെ നമ്പർ കിട്ടി. ഞാൻ അത് തന്നെ ഫോണിൽ കോപ്പി ചെയ്തിട്ട് ഇവരെ ഞാൻ ഡയൽ ചെയ്യുകയാണ്. എൻ്റെ ഫോൺ ചെറിയ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് കറക്റ്റ്? സോ അങ്ങനെ ഫോണിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നേരെ കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിന് തൊട്ട് താഴെ തന്നെ ATM ഫെഡറൽ ബാങ്കിൻ്റെ ATMന് ഓപ്പോസിറ്റായിട്ട് മാഗ്നസ് സ്റ്റോർ കണ്ടു. നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. അകത്ത് കംപ്ലീറ്റ്ലി AC ആണ്. നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഹായ്, ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ ഡെഡ് അറിയില്ല, ലൈക്ക് ഡെഡായി. അപ്പം ഞാൻ പയ്യന്നൂർ മാഗ്നസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, കൊളപ്പള്ളിയിൽ വരുന്നത്. അപ്പം ഇതൊന്ന് നോക്കിയിട്ട് പറയാം എന്താണ് അവസ്ഥ എന്ന്. യാത്രകൾ സമയത്തൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ സ്റ്റോറേജ് സർവീസാണ് ഇവരുടേത്. ഇവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രണ്ടിൽ ഒരു ആക്സസറീസ് വിൽക്കാനുള്ള സൗകര്യങ്ങളും ലൈവായിട്ട് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പ്രൊഡക്റ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് ഇതിൻ്റെ ഓണറായിട്ടുള്ള ഇവിടുത്തെ സുബേറൊക്കെയാണ്. മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഇതിനെ കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ ഒരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നു അതേപോലെയാണ് ശരിക്കും മൊബൈലിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ശരിക്കും വന്നു കഴിഞ്ഞാൽ മൊബൈലിനെ നമ്മൾ ടോട്ടലി ഒന്ന് സ്കാൻ ചെയ്ത് എന്താണ് ആക്ച്വലി കംപ്ലൈൻറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റ് സർവീസ്, ലൈവ് സർവീസ്, കസ്റ്റമറെ സംബന്ധിച്ചോളം എത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് തിരിച്ചു ഏൽപ്പിക്കുക എന്നുള്ളതാണ്. വളരെയധികം ഹൈടെക് ആയിട്ടുള്ള ഡിവൈസുകൾ, എസ്പെഷ്യലി ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നോളജി, അതേപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ മാറാനുള്ള യൂണിറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഡിവൈസുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ നമ്മളെ ഫോണിൽ എന്ത് ചെയ്യുന്നുള്ളത് നേരിട്ട് കാണാനുള്ള സൗകര്യമുണ്ടെന്നാണ് വേറൊരു അഡ്വാൻറ്റേജ്. അവിചാരിതമായിട്ട് ഇവിടെ നമ്മൾ കൊളപ്പള്ളിയിൽ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സെക്രട്ടറിനെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു കസ്റ്റമറാണ്, ഇവിടുത്തെ കസ്റ്റമർ അല്ലേ സാർ? ആക്ച്വലി സർവീസിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? സാറിൻ്റെ റിവ്യൂ ഒന്ന് പറയാമോ? സർവീസ് കുഴപ്പമില്ല. 1-2 സർവീസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ സ്പീഡിൽ കാര്യങ്ങൾ നടക്കണില്ല. നമ്മൾ പട്ടാമ്പി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ലോങ് ഒക്കെ പോയിട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് പെട്ടെന്ന് അടുത്തുള്ള സ്ഥാപനങ്ങളിൽ ഒരുവിധം കുഴപ്പമില്ല. അത് മാത്രമല്ല ബൈക്ക് സാധനം നേരിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്. താങ്ക് യു. സാറിൻ്റെ ഫോൺ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ശൃംഖലയാണ് മാഗ്നസ്. നിങ്ങൾക്ക് മൊബൈൽ സെയിൽസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാ മാഗ്നസ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇവിടുത്തെ വാറണ്ടി, ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഓരോ ഡിവൈസുകൾ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത മാഗ്നസ് സ്റ്റോറിൽ പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഞാൻ എൻ്റെ ഫോൺ ഇത് ചെയ്ത സമയത്ത് എനിക്കൊരു പെട്ടെന്നൊരു കോൾ വന്നു. അത് വിവേകിൻ്റെതായിരുന്നു, കേരളത്തിലെ ഓപ്പറേഷൻ മാനേജർ ആയിട്ടുള്ള വിവേകിൻ്റെ. അദ്ദേഹം എന്താ പറയുന്നത് നോക്കാം. സംഭവം നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ സംഭവം റെഡി ആയി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റപ്പാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പാലം വൈസ് പോകുന്നുണ്ട്. ഞാനിപ്പോ ഓൾറെഡി ഒറ്റപ്പാലത്ത് ഉണ്ട്. നമ്മളിവിടെ ഒരു സ്റ്റോർ ഉണ്ട്, നമ്മളെ മാഗ്നസ് ഒറ്റപ്പാലത്ത് തന്നെ. മാഗ്നസ് ഒറ്റപ്പാലത്തും ഉണ്ട്. അതെ. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിന്ന് എവിടെ വന്ന് ചെയ്യാവോ?
അങ്ങനെ വിവേകിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ്, ഗാന്ധി പ്രതിമയുണ്ട്. അതിൻ്റെ നേരെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് മാഗ്നസ് കാണാൻ പറ്റും. വാക്കബിൾ ഇവിടുന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഞാൻ വിവേകിനെ കണ്ടു, അതേപോലെ തന്നെ അതിൻ്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ ആസിഫിനെ കണ്ടു. മറ്റ് മാഗ്നസുകളെ പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള സ്റ്റോർ ഫെസിലിറ്റിയും കാര്യങ്ങൾ, AC അടക്കമുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നല്ലൊരു സ്റ്റോർ ആംബിയൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഗിഫ്റ്റ് വോച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടു. അതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം, എന്തൊക്കെയാണ് ഇവിടെയുള്ള ഗിഫ്റ്റും കാര്യങ്ങളെന്നൊക്കെ, എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്ന ഓഫേഴ്സും കാര്യങ്ങളെന്നൊക്കെ. പ്രധാനമായിട്ട് അതറിയാനാണ് നമ്മൾ ഇന്നത്തെ ഇവിടത്തേക്ക് വന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. ഓഫേഴ്സ് ഉണ്ട്, ഐഫോൺ ഗീവ്അവേന്റെ ഓഫേഴ്സ് ഉണ്ട്, LED ടിവിയുടെ ഓഫേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ മാഗ്നസിന്റെ LED ടിവിയുടെ ഓഫേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റാറ്റസ് കോൺടെസ്റ്റ് വെക്കുന്നുണ്ട്. വേറെ കാര്യം പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് പബ്ലിക്കിന് നല്ല മൊബൈൽ യൂസേഴ്സിന് ഏറ്റവും ഒരു ഹെൽപ്ഫുൾ ആയിട്ട് വേറെ കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് സ്റ്റോറിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മൊബൈൽസിനെ കുറിച്ചുള്ള ഡൗട്ട്സ്, നെറ്റ്വർക്കിന്റെ ആയിക്കോട്ടെ, റീചാർജിന്റെ ആയിക്കോട്ടെ, എനി ഡൗട്ട്സ്, സോഫ്റ്റ്വെയറിന്റെ ആയിക്കോട്ടെ, ഏത് ഡൗട്ട്സ് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്യാൻ അതിനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു നോളജ് ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മൊബൈലിനെ കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരുപാട് കംപ്ലയിൻസ് വരാറുണ്ട്. അപ്പോൾ ഈ കംപ്ലയിൻസ് ഏതാണെന്ന് അറിയില്ല, യു കൺഫ്യൂസ്ഡ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാഗ്നസിനെ വിളിക്കാം, സപ്പോർട്ട് തേടാം. അവർ ടെലിഫോണിക്കലി കോൾ ആൻസർ ചെയ്തിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞു തരും. അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കാര്യങ്ങളും ഒരു പിക്ചർ നിങ്ങൾക്ക് ഓവറോളായിട്ട് കിട്ടും. സാറിനൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു വർഷമല്ലേ സാർ ചെയ്യുന്നത്? റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ്? റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ വരുന്ന കസ്റ്റമേഴ്സ് വേറെ ആളുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആ സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്, അവർ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ ആ കസ്റ്റമേഴ്സ് അവരെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ അതൊക്കെ അവർ പറഞ്ഞ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് ആക്കുന്നുണ്ട്. അതിനായിട്ട് വരുന്നുണ്ട്. 1 year ആയിട്ടല്ലേ ഉള്ളൂ. 1 year ആയിട്ടുള്ളൂ. സാറിന് ഈ പറഞ്ഞ സ്റ്റോറിലേക്ക് വരുന്ന ഫെസിലിറ്റി അല്ലാതെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അങ്ങനെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡെലിവറി ഉണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ അവിടെ പോയി എടുക്കും. അവർ കസ്റ്റമേഴ്സിനോട് എന്ത് കംപ്ലയിൻസ് കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇവിടുന്ന് എത്രയുടെ എമൗണ്ട് കാര്യങ്ങൾ വരുന്നവരെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമ്മളോട് ചെയ്യും. സൂപ്പർ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. ആക്ച്വലി ഞാൻ 2 മാഗ്നസ് നിന്ന് വിസിറ്റ് ചെയ്തു. ഡെഫിനറ്റ്ലി എനിക്ക് നല്ല നെക്സ്റ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം റിയലായിട്ട് കണ്ടു എങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കും ഈ സ്റ്റോർ എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരമുണ്ട്. പാലക്കാടാണെങ്കിൽ ഗിവ് അവേ ഓപ്ഷൻസ് ഉണ്ട്. മറ്റ് ഫ്രാഞ്ചൈസി സ്റ്റോറുകളിൽ ഗിവ് അവേ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, ഷോപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫോൺ പൊട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചതുപോലുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓൾ കേരള കേരളയിലെ എല്ലാ ജില്ലകളിലും ഉണ്ടല്ലേ? ഒരുവിധം എല്ലാ ഡിസ്ട്രിക്റ്റിലും ആയിട്ട് വരുന്നുണ്ട്. ഇനി പുതിയ സ്റ്റോറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു നല്ലൊരു സ്റ്റോർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലഭിച്ചത്. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഒരുപാട് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ ഫോണിൻ്റെ പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഇത് ഗുണം ഹെൽപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.